നിമിഷങ്ങളെ സമർപ്പിക്കുന്നു. ദൈവാനുഗ്രഹ നിമിഷങ്ങളായി കാക്കണമേ. ഞങ്ങളുടെ ഈ സമയങ്ങളിലെ സംസാരവും പങ്കുവയ്ക്കുന്നതല്ല ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കുമായിട്ട് തീരാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ എല്ലാ വാക്കുകളെയും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജകന്യ സിനിമ ഓഗസ്റ്റ് 1-നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ദീർഘനാളൊരു പ്രോസസ്സായിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണവും അതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തീർത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പ്രാരംഭമായിട്ട് ഇവിടെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുകയും കുറേ ആർട്ടിസ്റ്റുകളോട് വരാനൊക്കെയുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇതിൻ്റെ കുറച്ച് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സിനിമ ഒരു ഫാൻറ്റസി ത്രില്ലറാണ്. ഈ സിനിമ ഒരു ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രൗണും അതൊക്കെയാണ് അതിൻ്റെ ഒരു ചുറ്റുവട്ട ഒരു ക്യാരക്ടർ വരുന്നത്. ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു കഥയ്ക്ക് ചേരുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടെത്തി അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുത്തത്. അപ്പം എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഇതൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഒരു അമ്മയുമായിട്ട് അച്ഛനെ ഞാൻ സംസാരിക്കാൻ പാടും. ഇന്ന് നമ്മുടെ സിനിമയുടെ സംസ്കാരം മാറുന്ന ലോകത്തിലാണ്. ഞങ്ങളുടെയൊക്കെ ചെറിയ കാലങ്ങളിൽ നല്ല കഥയുള്ള സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ ചില കാര്യം തിരുത്തണം എന്ന് പ്രേരിപ്പിക്കുന്ന സിനിമകൾ. അപ്പം ആ രീതിയിലായിരുന്നു അപ്പനമ്മ മക്കൾ കുടുംബബന്ധം ജീവിത നന്മ ഇതെല്ലാം ഉള്ള പടങ്ങളായിരുന്നു. പക്ഷെ 1990-കൾ 2000-ന് ശേഷം വരുന്ന കഥകളുടെ ഒന്നുകിൽ അപ്പനും അമ്മയില്ലാത്ത കുറേ പേരുടെ കഥകൾ, കുറേ ഓട്ടങ്ങൾ, ബഹളങ്ങൾ, ഒരു സിനിമ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ലാത്ത രീതിയിൽ, പിന്നെ ഭയങ്കരമായ ക്രൂരത, രക്തം ചൊരിച്ചൽ, വെട്ട്, കുത്ത്, അതിന് നല്ല നടന്മാർ പോലും നിന്നു കൊടുക്കുന്ന ഒരു ശോചനീയ അവസ്ഥ. അങ്ങനെ സിനിമ നെഗറ്റീവായിട്ട് സമൂഹത്തിലേക്ക് വരാൻ തുടങ്ങി. അത് കണ്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവർ, ആ രീതിയിൽ കൊള്ളയടിക്കുന്നവർ, അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് പടരുമ്പോൾ ഒരു തിരിച്ചുപോക്കിനുള്ള ക്ഷണമാണ് രാജകന്യക എന്ന ഈ സിനിമ. അല്പം കൂടി ഇപ്പം ആര് കണ്ടാലും അവർക്ക് തോന്നും അല്പം കൂടി സത്യസന്ധതയോടെ ജീവിക്കണം, നീതിയോടെ, മാന്യമായി, കരുണയോടെ. അപ്പം അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയാണ് ഈ സിനിമ. അപ്പം ഒരു കഥയുണ്ട്, സമൂഹത്തെ സ്വാധീനിക്കുന്ന ചിന്തകളുണ്ട്. ഏത് ജാതിയിൽപ്പെട്ടാലും നന്മയിൽ ജീവിക്കണം എന്നുള്ള ഒരു പ്രേരണയും ഈ പടത്തിലൂടെ പ്രേക്ഷകരിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പടമായതുകൊണ്ടാണ് അതിൻ്റെ ഒരു അവസാന കാലത്ത് ഞാനും ഇപ്പോൾ ഒരു റോളെടുത്ത് ആ സിനിമയിലേക്ക് വന്നത്. ഒരു സമൂഹത്തിൽ നന്മ വരുത്തുന്ന, ഈശ്വരവിശ്വാസം വളർത്തുന്ന, സത്യം വളർത്തുന്ന ഒന്നായിട്ട് ഈ പടം നിലകൊള്ളുന്നു. ആ രീതിയിൽ രാജകന്യക നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കും. അതാണ് ഇതിറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെ എൻ്റെ പ്രതീക്ഷ. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രസ് മീറ്റിനെത്തിയ നിങ്ങളെ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ ഒരു സിനിമയിലേക്ക് ഞാൻ എത്താനുള്ള കാരണം, എൻ്റെ പ്രളയശേഷം ജലകന്യക ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ഈ സിനിമയെ പറ്റി അറിയുകയും ഇതിൻ്റെ കഥ കേൾക്കുകയും ചെയ്യുന്നത്. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നാനുള്ള കാര്യം ഇതൊരു മാതാവിൻ്റെ സിനിമയായതുകൊണ്ടാണ്. ഞാൻ വളരെ മാതാവിൻ്റെ ഭക്തിയായ ഒരു കുട്ടിയാണ്, ഒരു ലേഡിയാണ്. അതെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്.
അതിലുപരി ഈ സിനിമയ്ക്ക് നല്ലൊരു കാമ്പുള്ള ഒരു സിനിമയാണ്. എൻ്റെ ഒരു ക്യാരക്ടർ സാറ എന്നാണ്. ആ ക്യാരക്ടറിന് അധികം ദൈർഘ്യമുള്ള അല്ലെങ്കിൽ പോലും ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ഏറ്റവും കൂടുതൽ എല്ലാ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ മക്കളെ ആയിരിക്കും. അപ്പോൾ എൻ്റെ മോളെ, അവൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ, അവളെ എങ്ങനെയൊക്കെ ജീവിതത്തിലെ ഓരോ ദുരനുഭവത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താമെന്ന് ആലോചിച്ച് ഒരു ഭക്തിയായ ലേഡിയായിട്ട് തന്നെയാണ് ഈ മൂവിയിൽ അഭിനയിക്കുന്നത്. ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിലും ഇവരോടൊപ്പമൊക്കെ അഭിനയിക്കാൻ സാധിച്ചതിലും. വിക്ടറാണ് ഇതിൻ്റെ ഡയറക്ടർ. വിക്ടർ ഡയറക്ടർ മാത്രമല്ല, ഒരു എഡിറ്ററൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ക്ഷമപരമായ ഒരു സമീപനമാണ് ഈ സിനിമയെ ഇത്രയും നല്ല മനോഹരമാക്കിയെന്ന് തന്നെ പറയാം. അദ്ദേഹം പെട്ടെന്ന് തീർത്ത ഒരു സിനിമയല്ല, നീണ്ട 2 വർഷത്തോളമായി ഈ സിനിമ ഷൂട്ട് നടക്കുന്നു. ഏകദേശം ഇതിൻ്റെ പകുതിയോളം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. അത് ഒന്നിച്ചല്ല ഈ സിനിമ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത്, പാർട്ടായിട്ട് കുറച്ച് ദിവസങ്ങളെടുത്ത് പണം സംഭരിച്ച് വളരെ സമയമെടുത്തും ചെയ്ത ഒരു സിനിമയാണ്. സിനിമ ചെയ്ത പോലെ തന്നെ അതിൻ്റെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും എല്ലാം അദ്ദേഹം ഒരുപാട് സമയമെടുത്ത്, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും നല്ല ആൾക്കാരിലൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഒരുപാട് ദൈവികത ഉള്ള ഒരു സിനിമയാണ് ഇത്. 4 ഭാഷകളിലാണ് ഇറങ്ങുന്നത്. 4 ഭാഷയുണ്ട് ഇതിനെ പരിവർത്തനം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു സിനിമ ഒരുപാട് നല്ല മെസ്സേജുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് തന്നെയാണ് അഭിമാനവും സന്തോഷവും എല്ലാം. എല്ലാവിധ ആശംസകളും ഇതിൽ അഭിനയിച്ചവർക്കും ഇതിൻ്റെ ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ വൈഫിനും ഇതിലുള്ളവരെല്ലാവർക്കും നേരുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സ് തുറന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ കോട്ടയം രമേശ്. ഈ രാജകന്യക എന്ന സിനിമയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ, വിക്ടർ എന്നോട് ഒരു സിനിമയുണ്ടെന്നും അതിലൊരു വേഷം ചെയ്യണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. ശ്രീ ജോസ് വരാപ്പുഴയാണ് അതിന് നിമിത്തമായത്. അങ്ങനെ വിക്ടറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന അവതരണ രീതി, അത് തിരിച്ച് അതിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് കഥാപരമായി സാമൂഹിക സാംസ്കാരിക കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഇടകലർന്നു പോകുന്ന അങ്ങനെ ഒരു സംസ്കാരത്തിൽ സിനിമ ഉണ്ടായിരുന്ന കാലം, അതിലേക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പറച്ചിൽ നിന്ന് ആഗ്രഹമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കും തോന്നി, ഞാൻ സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് അങ്ങനെയുള്ള സിനിമകളായിരുന്നു ധാരാളം. അതിൽ നിന്ന് പ്രചോദനമുണ്ടായി ആണ് എനിക്കും ഒരു സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് അന്നേരം തോന്നി. അതുകൊണ്ട് ആ കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നും കേൾക്കാൻ പോലും ഞാൻ നിന്നില്ല. എൻ്റെ കഥാപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമയിൽ ഞാനും വന്നു ചേർന്നത്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരു നല്ല സിനിമയുടെ പിറവിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ എവിടെയെങ്കിലും എന്നാൽ കഴിയാവുന്നത് ചെയ്യാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഞാനും ഈ സിനിമയുടെ ഈ നിമിഷം വരെയും ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്നത്. ഇതൊരു നല്ല സിനിമയായിരിക്കും. നല്ല സിനിമ എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയൊക്കെ മോശമാണെന്ന് ഇതിന് അർത്ഥമാക്കേണ്ടതില്ല. കാരണം അതിൻ്റെ അവതരണ രീതികളിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഒരു സിനിമ സാമ്പത്തിക ലാഭമുണ്ടാകണം, അതോടൊപ്പം തന്നെ അതിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പെരുമയൊക്കെ ഉണ്ടാകണം, എല്ലാവരും അറിയപ്പെടണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുൻപ് അങ്ങനെ ആയിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അന്നുള്ള സിനിമാ കലാകാരന്മാർ അവർക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുള്ളതായിട്ട് നമുക്ക് ഓരോ സിനിമകൾ കാണുമ്പോഴും തോന്നിയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർ പണമോ അല്ലെങ്കിൽ പേരും പ്രശസ്തിയോ മാത്രം നോക്കിയിരുന്നില്ല. പ്രധാനമായിട്ടും സാമൂഹ്യപരമായ
നന്മയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ആയിരുന്നു അന്നത്തെ പ്രൊഡ്യൂസർമാർ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധായകരാണേലും ടെക്നീഷ്യന്മാരാണേലും ഒക്കെ പ്രവർത്തിച്ചിരുന്നെന്ന് നമുക്ക് തോന്നും. ഇന്ന് പേരെടുക്കണം, സാമ്പത്തിക ലാഭം ഉണ്ടാകണം എന്നുള്ള ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ ഒരു ജോണർ വരുന്ന സിനിമകൾ തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഒരു സിനിമ വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ കഥയുടെ തന്തു മനസ്സിലാക്കി ആ കഥാതന്തുവിനെ ബേസ്മെൻ്റ് ആക്കിക്കൊണ്ടായിരിക്കും പുറകെ വരുന്ന കുറേ സിനിമകൾ. അപ്പം ആ ഒരു രീതിക്ക് മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിലായിരിക്കും ഈ സിനിമ ഇതിൻ്റെ സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു നല്ല സിനിമയായിരിക്കും എന്ന് തർക്കമില്ലാതെ പറയാൻ കഴിയും. വളരെ സന്തോഷമുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ. പിന്നെ ഒപ്പം നിങ്ങൾ ഇത്രയും മീഡിയാസ് ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകൾ വേണം ഇങ്ങനെയുള്ള സിനിമകൾക്ക് പ്രോത്സാഹനം കൊടുക്കാനും ഒക്കെ. അതുകൊണ്ട് സമൂഹത്തിനും നമുക്ക് നേട്ടമുണ്ടാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഒരു സിനിമ ഒരു നല്ല സിനിമയായിരിക്കും. അത് നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഗുണം ചെയ്യും, വളരെയധികം പ്രചോദനമുണ്ടാകും. ഈ സിനിമ കാണണം, നിങ്ങൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ നിങ്ങളെല്ലാവരും കാണണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയ കുറുപ്പ്. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ ഒരു രൂപത്തിലല്ല എന്നെ സിനിമയിൽ കാണുന്നത്. ഏറെ അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം വിക്ടർ, ഇതിൻ്റെ ഡയറക്ടർ, ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞാൻ കട്ടപ്പനയാണ് സ്ഥലം കേട്ടോ. അദ്ദേഹം ബദേലാണെന്നാണ് പറഞ്ഞത്. എന്നെ വിളിച്ചപ്പോഴും അദ്ദേഹം ഒരു നാടിൻ്റെ ഒരു കട്ടപ്പനക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത്. ഇതിൽ ചെറിയ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, ഒരമ്മ ക്യാരക്ടർ. അതിനൊരു സവിശേഷത കൂടിയുണ്ട്. മറ്റ് പടങ്ങളിൽ ഞാൻ ചെയ്ത മാതിരിയുള്ളൊരു ക്യാരക്ടറല്ല ഇത്. അതിലൊക്കെ അമ്മ വേഷമാണെങ്കിലും നരപ്പിച്ച് ഡള്ളടിച്ച് ഒരു ബ്ലാക്ക് മേക്കപ്പ് ഇട്ടിട്ട ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് എനിക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രാജകന്യക, അതിൻ്റെ പേരിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അല്ലേ. പിന്നെ എനിക്ക് വിക്ടറിനോടൊപ്പം മറ്റ് ആർട്ടിസ്റ്റുകളോടൊപ്പം ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നാടക കുടുംബക്കാരനായ കോട്ടയം രമേശേട്ടനോടൊപ്പം 2 സിനിമ ചെയ്യാൻ കഴിഞ്ഞു. അതിലൊന്ന് ഇതാണ്, മറ്റേ സൂക്ഷ്മദർശിനിയാണ്. അന്ന് അവിടെ വെച്ച് കണ്ട രമേശേട്ടന് ഇന്ന് എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല. അത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ മേക്കപ്പിൻ്റെയും ഒരിത് കൊണ്ടാണ്. എന്തായാലും ഈ സിനിമ ഒരു വൻ വിജയമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എല്ലാവർക്കും ഓഗസ്റ്റ് 1 നല്ലൊരു സിനിമ വിക്ടർ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിലൊരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലാണ് ഞാൻ. വിക്ടറിനോടും ഇതിൻ്റെ ടീം അംഗങ്ങളോടും ജോസിയേട്ടനോടും എൻ്റെ എല്ലാവിധ നന്ദിയും പറയുന്നു. ഒപ്പം മീഡിയ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു പേഴ്സണൽ അപ്പോളജി പറയാണ്. സാധാരണ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ മാക്സിമം ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് കുറച്ച് നേരം വഴി ആർട്ടിസ്റ്റുകൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, അച്ഛൻ വെയിറ്റ് ചെയ്തു എന്ന് ഞാൻ അറിയാം. റിയലി സോറി. ഇനിയിപ്പം സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു എൻ്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ എങ്ങനെ സംസാരിക്കും. കാരണം അത് ഇച്ചിരി ഒരു സസ്പെൻസ് എലിമെൻ്റ് കൂടെ ഉള്ളൊരു ക്യാരക്ടറാണ്. ആൻഡ് മോറോവർ ഞാനിതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മീഡിയയിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിച്ചു, എയറിലായതുകൊണ്ടാണോ, എപ്പോഴുള്ള എയറിലായതുകൊണ്ടാണോ എന്നെ ഏഞ്ചലാക്കി ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിതിലൊരു മാലാഖയാണ്. സോ ആ ഒരു റോളിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായിപ്പോയി അത്. പക്ഷേ അത് നിങ്ങൾ ഡയറക്ടറിൻ്റെ അടുത്ത് തന്നെ ഡയറക്റ്റ്ലി ചോദിക്കണം. ബട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമ തന്നെയാണ്. കാരണം
എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിൻ്റെ കേസിലാണെങ്കിലും മേക്കപ്പിൻ്റെ കേസിലാണെങ്കിലും ഒത്തിരി ടൈം എടുത്ത് നമ്മളൊരു സ്റ്റുഡിയോ സ്പേസ് ഒക്കെ റെൻ്റ് എടുത്ത് ഒരുപാട് എന്താ പറയുക VFXലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ ചെയ്തൊരു പോർഷനാണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ചെയ്തതാണ്. ഈ ഒരു അവസരം എന്നിലേക്ക് എത്തിയത് ജോസേട്ടൻ കാരണമാണ്. അപ്പം വിളിക്കുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു മാലാഖയാണ്. അപ്പം മാലാഖയുടെ സ്വഭാവമായ ഒരു ബന്ധവും അതും വേറൊരു കാര്യം, ഒരു ബന്ധവും ഇല്ലാത്ത ഞാൻ ആ ഒരു റോള് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് മിഖായേൽ മാലാഖ എന്ന് പറയുന്ന. അപ്പോൾ നമ്മൾ ഈ ബൈബിളിലൊക്കെ ഞാൻ ആക്ച്വലി വിചാരിച്ചു മിഖായേൽ മാലാഖ മെയിലാണെന്ന്, അല്ലേ? അപ്പോൾ അതിനെ കൺസീവ് ചെയ്തിരിക്കുന്ന അപ്പം മെയിലാണ്. അപ്പം ഇതിൽ ഒരു ഫീമെയിൽ മിഖായേൽ മാലാഖയെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സിനിമ കാണണം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം ഈയിടെയായി മീഡിയയിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പാളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ മാന്യമായ ചോദ്യങ്ങളും വളരെ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ ചോദിക്കുകയുള്ളൂ എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങളെല്ലാവരും. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, പേഴ്സണൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. നമുക്ക് സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമ ഓഗസ്റ്റ് 1-ാം തീയതി റിലീസാണ്. ഇനി അധികം 1-ാം തീയതി റിലീസാണ്. ഞങ്ങൾക്ക് അധികം ദിവസങ്ങളില്ല. അപ്പോൾ ഞങ്ങളുടെ സിനിമ ആളുകളിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഞങ്ങളിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തും ആവട്ടെ, ഞങ്ങൾ റെഡിയാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് എന്താ പറയുക, നിങ്ങളൊന്ന് അവെയർ ആക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ പേര് പ്രദീപ് എന്നാണ്. സാധാരണ ഇത്തരം സിനിമാ പ്രൊമോഷനുകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പങ്കെടുക്കാറില്ല. സാധാരണ സിനിമാ നടന്മാരും നടിമാരുമായിരിക്കും. പക്ഷേ പല പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ കുറേ വലിയ പടങ്ങളുടെ ഭാഗമാണ്. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോണ കൂലി എന്നുള്ള ചിത്രത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഞങ്ങളുടെ ഗ്രൂപ്പാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ വലിയ പടങ്ങളുടെ ഇടയിലും നമ്മൾ ചെറിയ പടങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാറുണ്ട്. ഈ സിനിമ വന്നിരിക്കുന്നത് സ്വർഗം എന്നുള്ളൊരു പടം ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അവർ ഒരു ഫാദറായിട്ട് സംസാരിച്ച് പുത്തമ്പരിൽ അച്ഛനായിട്ടൊരു ബന്ധം കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വളരെ ഹിറ്റായിട്ടൊരു ചിത്രമായിരുന്നു മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. ആ ചിത്രത്തിൻ്റെ വിജയാഘോഷം നടക്കുമ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, പുത്തമ്പരിൽ അച്ഛനെ കിട്ടുന്നില്ല, വിളിച്ചിട്ട് നിനക്ക് പറ്റുമെങ്കിലും ഒന്ന് വിളിക്കുക, അച്ഛനുണ്ടെങ്കിൽ പരിപാടി നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഒരു ദൈവനിശ്ചയം എന്നതുപോലെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ കലൂരുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ വേറെ ധ്യാനത്തിന് വന്നൊക്കെ ആയിരുന്നു. അന്ന് അച്ഛൻ എന്നോട് വരാമെന്ന് പറഞ്ഞ പോലെ വന്നു. ആ ഒരു സിനിമയുടെ ഫംഗ്ഷൻ ഒരു ഫാദറായിട്ട് ഞങ്ങൾക്ക് അത് തുടങ്ങാൻ പറ്റി. അതിൻ്റെ വിജയാഘോഷം നല്ല രീതിയിൽ അച്ഛന് അതിലൊരു ബന്ധമുണ്ട്. ഞാൻ ചോദിച്ചു, ഫാദറെ എങ്ങനെയാണ് പുത്തമ്പരിൽ അച്ഛന് നമ്മുടെ മുന്തിരിവള്ളികളായിട്ടുള്ള ബന്ധം എന്ന് വെച്ചപ്പോൾ അതിൽ നർമ്മരസമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ഛൻ ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് രസകരമായിട്ട് തോന്നിയത് അതിൽ ചിരിക്കാനും അതിൽ ഏറ്റവും കൂടുതൽ രസകരമായ കുറേ സാധനങ്ങൾ ഫാദറുടെ അടുത്ത് വന്നു. ഈ സിനിമ വന്നപ്പോഴും പുത്തമ്പരിൽ അച്ഛനായിട്ട് എന്നെ വിളിച്ചു, സംസാരിച്ചു. എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്, നീയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ. അതായത് അച്ഛനോട് പറഞ്ഞത് ദൈവനിശ്ചയമാണ്, നിൻ്റെ അടുത്തേക്ക് തന്നെ ആ സിനിമ വന്നു, ഞാൻ വളരെയധികം കൃതാർത്ഥനാണെന്ന് പറഞ്ഞു. അച്ഛനും കൂടി ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, സിനിമ ചെയ്യുമ്പോഴും തിരക്കുകളുടെ ഇടയിലും ഈ സിനിമ ചെയ്യാൻ ഇതിൻ്റെ വിതരണ രീതിയിൽ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് കേരളം ഒട്ടുക്കൊന്നും ഈ സിനിമ റിലീസ് ചെയ്യില്ല. ഈ സിനിമ ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം, മലബാറിൻ്റെ 1-2 സ്ഥലങ്ങൾ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ വർക്ക് ചെയ്ത് പള്ളികളിലും ബാക്കിയുള്ളവർക്കൊക്കെ സിനിമ എത്തിച്ചിട്ട് ഒരു കുഞ്ഞു സിനിമ വിജയിക്കാനുള്ള കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷോസും കാര്യങ്ങളായിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരാഴ്ച കൊണ്ട് സിനിമ പോകരുത്. ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കേരളം മുഴുവൻ കളിച്ച് കിട്ടുക. പക്ഷേ അത് ആ രീതിയിൽ എത്തിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സിനിമ പുറത്തേക്ക് വിടുള്ളൂ. അപ്പോൾ പല പടങ്ങൾ നമ്മുടെ തന്നെ വരും, ഓണം വരും, ഇങ്ങനെയൊക്കെയുള്ള സമയത്തും ഈ സിനിമ കുറച്ച് സ്ഥലങ്ങളിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒറ്റ സമയത്ത് 300 തിയേറ്ററിലൊക്കെ പടം എടുത്ത് സിനിമ മാറി അത് ഇന്ത്യ നിർത്തിപ്പോയി എന്നുള്ളതൊക്കെ വിചാരിക്കുകയാണ്. വേറൊരു രീതിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഡയറക്ടർക്കും അതിനോട് അഭിനയിച്ച ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഉള്ള സ്ഥലങ്ങളിൽ അവരുടെ വർക്കിംഗ് രീതികളൊക്കെ നടക്കുന്നുണ്ട്, പള്ളികളിൽ പോകുന്നുണ്ട്, വർക്ക് അവിടുത്തെ അങ്ങനത്തെ രീതി കൂടെയാണ് നമ്മൾ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഒത്തിരി ഗുണം ചെയ്യും സിനിമയ്ക്ക്. പിന്നെ എന്നും ഞാൻ പറയാറുണ്ട്, നമ്മുടെ മീഡിയ രംഗത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സിനിമയ്ക്ക് കരുത്താവുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ ആൾക്കാർ പറഞ്ഞു കേട്ടും കാര്യങ്ങളെക്കാളും കൂടുതൽ പെട്ടെന്ന് അറിയും ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ അതിനുള്ള ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നിങ്ങളെപ്പോലെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ഈ വലിയ പടങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ആ ഒരു സഹകരണം എൻ്റെ ഈ ചെറിയ പടത്തിന് നിങ്ങൾ തരുമെന്ന് അറിയാം. എന്തായാലും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി കൂടി അറിയിക്കുന്നു. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എന്തായാലും ഇത്തവണ അവിടെ തുടങ്ങണ്ട. സംവിധായകന്റെ അടുത്ത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇക്കാലത്ത് ഇങ്ങനെ ഒരു ചിത്രത്തിന്റെ പ്രാധാന്യം? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴൊരു പാസം ബേസ് ആയിട്ടുള്ള സിനിമകളാണ് കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളിൽ കൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് സിനിമകൾ വരുന്നു, കോമഡി ചിത്രങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജോണറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ ആളുകൾ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഇങ്ങനത്തെ ടൈപ്പ് ജോണറിലുള്ള പടങ്ങൾ കാണുന്നത് ആളുകൾ കുറവാണ്. നമ്മൾ ടി വിയിൽ നിന്നും കണ്ടിട്ടുണ്ട്, അത് പണ്ട് കാലത്ത് ടി വിയിലൊന്നും കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫാസ്റ്റ് ജോണിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ചിത്രത്തിന് പ്രാധാന്യം എന്താണ്? ഒരു പക്ഷേ ഇപ്പം അദ്ദേഹം സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു ഫെയ്ത്ത് പടമല്ല. ഒന്നാമത്തെ കാര്യം, ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു 6-7 സ്ക്രിപ്റ്റുകളുണ്ടായിരുന്നു. ഒരു 6-7 വർഷമായിട്ട് ഞാൻ വേറെ നല്ല കൊമേഴ്ഷ്യൽ സിനിമകളുടെ നല്ല രീതിയിൽ ചെയ്തു. ഈ സബ്ജക്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു, ഇതിൻ്റെ ത്രെഡൊക്കെ. പിന്നെ ഇതൊരു ഫാൻറ്റസി ത്രില്ലറാണ് ഈ പടം. ഇത് 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഒരു ഗ്രാമവും അതിൻ്റെ ഒരു ക്രൗണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മിത്തും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു തീം. പിന്നെ അതിങ്ങനെ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു റിലീജിയൻ ഒരു ബേസ് ഉണ്ടാവുമല്ലോ. അതിലെ പ്രധാന ക്യാരക്ടേഴ്സ് ഒന്നെങ്കിൽ ഒരു ക്രിസ്ത്യനോ അല്ലെ ഒരു ഹൈന്ദവ ഇതായിരിക്കും, ഏതെങ്കിലും ഒരു അപ്പോൾ നമ്മുടെ ഈ കഥയുടെ ഒരു ബേസ് എടുക്കുന്നത് ഒരു ഗ്രാമവും ഒരു മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് എൻ്റെ ഒരു ത്രെഡ്. അപ്പോൾ അതിനൊരു ക്രിസ്ത്യൻ ഒരു മൂഡിലാണല്ലോ അതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പോൾ ഈ കഥയിൽ ഞാനൊരിക്കലും അതൊരു ക്രിസ്ത്യൻ ഒരു ഭക്തി പടമായിട്ടല്ല ഈ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സിനിമ എല്ലാ റിലീജിയൻസ് ആൾക്കാരും വരുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഇതിലെ എല്ലാ റിലീജിയനിൽപ്പെട്ട ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും ഒപ്പം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാൻറ്റസി മോഡ് ത്രില്ലറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഇതിങ്ങനെ ഒരു ഫുൾ ഒരു ഭക്തി പടമല്ല. ഒന്നാമത്തെ കാര്യം. ഞാൻ നേരത്തെ പരസ്യരംഗത്ത് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. എഡിറ്ററായിട്ട് വർക്ക് ചെയ്തതാണ്. പിന്നെ എഡിറ്ററാണ് നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ആവശ്യമുള്ള ഷോർട്സ് അല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ, കറക്റ്റ് ഷോർട്സ് കട്ട് ചെയ്ത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ഇത് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതിൻ്റെ ഒരു കൊറോണേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനത്തെ VFX കാര്യങ്ങളൊക്കെ എത്ര ബെസ്റ്റായിട്ട് ചെയ്താലും നമ്മുടെ ഒരു കണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് പെട്ടെന്ന് അതൊരു യുക്തിക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് അത്ര ഇൻട്രസ്റ്റഡ് അല്ല, എത്ര നന്നായിട്ട് ചെയ്താലും. അതുകൊണ്ട് ഞാൻ എൻ്റെ VFX പോർഷൻസ് ഒക്കെ വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ. എത്ര നന്നാക്കി ചെയ്താലും നമ്മുടെ ഒരു നോർമൽ ഇതിൽ നിന്ന് വിട്ടാണല്ലോ ഒരു VFX ഒരു അപ്പാരിഷനൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് കഴിയുന്നത്ര നമ്മൾ അതിൻ്റെ ഷോർട്സിൻ്റെ ഡ്യൂറേഷനൊക്കെ കുറച്ച് കഥ ഡിമാൻഡ് ചെയ്യുന്ന കറക്റ്റ് കാര്യങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളൂ. അച്ഛാ നമസ്കാരം. അച്ഛൻ ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പം നല്ല നല്ല സിനിമകളുടെ വരവ് കുറവാണ് ഇപ്പം സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കണ്ട് ചിരിച്ച് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ടിരുന്ന് ആസ്വദിച്ച് പോരാൻ പറ്റുന്ന സിനിമകൾ ഇപ്പോൾ കുറവാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും അച്ഛന് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള ഒരു റീസൺ എന്തായിരിക്കും എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമ്മളതൊരു ചരിത്രത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. പാട്ടെടുത്താലും പഴയ പാട്ടിന് ഒരു നല്ല ആഴമുണ്ടായിരുന്നു. ആ പാട്ട് ഇന്നുമുണ്ട് നല്ല ഡെപ്ത്. പയ്യെ അതങ്ങ് കുറഞ്ഞു. വായന ഉള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. വായന കുറയുമ്പോൾ ഡെപ്ത് കുറഞ്ഞു. പാട്ടാണേലും 2 ആഴ്ച കഴിഞ്ഞ് എല്ലാ പാട്ടും മരിച്ചു പോകും. പഴയ പാട്ട് 50 വർഷമായി ഇന്നും ചെയ്യും. നല്ല സിനിമകളും അങ്ങനെ തന്നെ.
ചില പടമൊക്കെ നമ്മൾ പിന്നെയും ആവർത്തിച്ച് കാണും. അപ്പം അങ്ങനെയുള്ള വയലാറിനെ പോലെയുള്ള ആഴമുള്ള എഴുതുന്ന നല്ല പാട്ടെഴുത്തുകാരില്ല. അങ്ങനെ ഒരു കാലത്ത് കുറേ പേരുണ്ടായിരുന്നു. നല്ല ഒരു വികാര തരത്തിലുള്ള രീതിയായിട്ട് മാറി. ഇപ്പോൾ സമൂഹത്തിൽ തന്നെ ഒരു വൈകാരികമായ ഒരു തലങ്ങളിലാണ് എല്ലാം പോവുക. അതുകൊണ്ട് കുറച്ച് ഇടി, കുറച്ച് കൊലപാതകം, കുറച്ച് സ്റ്റണ്ട്, കുറച്ച് ഭീകരത, അതായത് ഏച്ചു കെട്ടിയ ഒരു പടം. കഥയുണ്ടെന്ന് വെച്ചാൽ കഥയില്ല. അതേ സമയത്ത് കണ്ടിരിക്കുന്നു, ഇൻ്റർവെൽ എന്നിട്ട് വന്ന് ചിലപ്പം തോന്നിയാലും പോകാൻ പറ്റിയല്ല. ആ രീതിയിലുള്ള കഥകളായിട്ട് വന്നത് സമൂഹത്തിൽ വന്ന വായനയുടെയും ആത്മീയ ആഴങ്ങളുടെയും കുറവാണ് സിനിമാ ലോകത്തും എഴുത്ത് ലോകത്തും എല്ലാം വന്നിരിക്കുന്നത്. അച്ഛൻ മലയാളികൾക്ക് പുതുമയുള്ള ഒരു ആളല്ല. എന്നും ഈ ഹാസ്യത്തിലൂടെ ആയാലും ഒരുപാട് കഴിവുള്ള കാര്യങ്ങൾ മലയാളികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാളാണ് താങ്കൾ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്രയും ടാലന്റഡ് ഉള്ള ഒരാള് സിനിമയിലേക്ക് വരാൻ ലേറ്റ് ആയി പോയോ? എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതില്ല, പല പ്രാവശ്യം പൃഥ്വിരാജിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ കൂടെ ഒക്കെ പടങ്ങളിൽ ചില അച്ഛനായിട്ട് അഭിനയിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഒരിക്കലും പറഞ്ഞു, വെള്ളക്കുപ്പായിട്ട് അച്ഛനായാൽ അഭിനയമാവും, ഈ രസം മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ചില കൊച്ചു പടങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു. പ്രകാശം ബുമറാങ് വന്നു, ചമ്പൻ വിനോദിൻ്റെ. അതെൻ്റെ ഒരു ധ്യാനപ്രസംഗം കാണിക്കുന്ന ഒരു സിനിമ. പിന്നെ പഴയ അശോകനൊക്കെ കൂടി കാറ്റിനിരിയെ ചില റോളുകൾ ഉപകാരം തോന്നുന്നൊരു പ്രസംഗം പറഞ്ഞാൽ കേൾക്കുന്നതിലുപരിയായിരിക്കും ഒരു മീഡിയ വഴി സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുന്നു വരുമ്പം അതിനോട് ഇങ്ങനെ ചേർന്ന്. നമ്മുടെ ഹോം പടത്തിന് ശേഷം യോണിയാലിന് ചോദിച്ചു, ഒരു പടത്തിലെ വികാരിയായിട്ട് ഞങ്ങളോട് കൂടാവും എന്നത് വരില്ല. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇതൊരു മൂല്യം പകരുന്നതായതുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചേർന്നിരിക്കുന്നത്. ഈ പഴയ പാട്ടുകളൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അത് ആ ജനറേഷനിലുള്ള ആൾക്കാരല്ലേ കേൾക്കുന്നത്? ഇപ്പോഴത്തെ പിള്ളേരത് കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും ഗാനമേളയ്ക്ക് ആ പാട്ടാ പലരും പാടുന്നു. ഒത്തിരി ഇടയിൽ ചാടി വരുമ്പം അവർ തന്നെ 1000 പാസനൊക്കെ പിന്നെയും പാടുന്നുണ്ട്. കരിമുകിൽ കാട്ടിൽ എല്ലായിടത്തും അതുകൊണ്ട്. കാരണം മറ്റേതിനൊരു കുറച്ച് പിള്ളേരുടെ ഒരു മേളത്തിൽ പോകുന്നല്ലാണ്ട് ഇരുന്ന് കേൾക്കുന്നവരെ ചിന്തിക്കുമ്പോൾ പിള്ളേർ തന്നെയാണ് പാടുന്നത്. ആ ജനറേഷനിലെ പിള്ളേരല്ലേ കേൾക്കുന്നത്? ഇപ്പോഴത്തെ ജെൻസി പിള്ളേരൊക്കെ ഈ പറഞ്ഞ പോലെ റാപ്പും കാര്യങ്ങളൊക്കെ അല്ലേ കൂടുതലും പക്ഷേ ജനിച്ച പിള്ളേരാണല്ലോ ഇപ്പോൾ ശാസ്ത്രീയ പാടുന്നത്. ഏത് പാട്ടാണ് അവർ പാടുന്നത്? എത്രയോ പഴയ പാട്ടുകൾ അവർ പാടുന്നത്. ഒത്തിരി മൂന്നേനരിയൊക്കെ എന്ത് പഴയ ഇപ്പോഴും വീടിയും കാണുന്നില്ല ആ പാട്ട്. പുത്തമ്പത്തം മോശമാണെന്നല്ല പറഞ്ഞത്. അത്തരം വേദികളിൽ ഇത്തരം റാപ്പ് സോങ് പാടിക്കഴിഞ്ഞാൽ അംഗീകാരം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പാടാതിരിക്കുന്നത്. ഒത്തിരി ക്ലാസിക്കലാണല്ലോ. അപ്പോൾ അതിൻ്റേതായ നമുക്കൊരു ലജ്ജാവലി ആർക്കും പാടാം, പക്ഷെ ഒരു നല്ല ക്ലാസിക്കൽ പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെയുള്ള രീതിയല്ലേ. ഇറങ്ങുന്ന സിനിമകളാണെങ്കിലും പുതിയ സിനിമകളാണ് 100 കോടി 200 കോടി ക്ലബിലേക്ക് വരുന്നത്. പഴയ സിനിമകളിൽ അത്ര അംഗീകാരം കിട്ടിയിരുന്നില്ലല്ലോ. അതാണ്. പക്ഷെ അവിടെ ഏറ്റവും പടം പൊട്ടിപ്പൊന്നും ഇപ്പോൾ ആണുള്ളത്. എത്ര പടം എന്നോട് എത്ര നിർമ്മാതാക്കൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. ഭൂരിപക്ഷവും പൊളിഞ്ഞ് 4 നില പൊട്ടുന്നു. മോഹൻലാലിൻ്റെ ഒക്കെ നല്ല നടന്മാരുടെ പടം പോലും. എൻ്റെ കാരണം കഥയില്ലായ്മയാണ്. കഥയുണ്ടെങ്കിൽ എന്തും വിജയിക്കും. എന്തുകൊണ്ടാണ് തുടരും വിജയിച്ചത്? ദൃശ്യത്തിൻ്റെ ഒരു പതിപ്പ് പോലെ അത് കേട്ടാലേ. പക്ഷെ എന്നാലും ആ കഥ വിജയിച്ചല്ലോ. ഇപ്പം ദിലീപാണ് അല്പം ഡിമാൻഡ് അപ്പോൾ. പക്ഷേ ക്രിസ്ത്യാനി ഹാപ്പി ഫാമിലി 2-3 ആഴ്ച ഓടിയല്ലോ. ഒരു കഥയുണ്ടെങ്കിൽ അതിൽ പുതുമയുടെ ആൾക്കാർ കാണും. അതില്ലാതെ വരുമ്പം മടുത്തു പോകും. ചില പടത്തൊക്കെ ചെയ്യോ കയറിയല്ലോ എന്ന് പറയാം. അത് പറയാൻ ഈ പടം വരികയെന്നാണ് വിശ്വാസം. കുഴപ്പമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട്. അതായത് ഈ സിനിമയിലെ കഥാപാത്രം ഒരു ഏഞ്ചലായിട്ടാണല്ലോ, ഒരു ഫാന്റസി ഇതാണ്, എലമെന്റ് ആണ്. അപ്പം നോർമലി നമ്മളിങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് ഓഫ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫാന്റസി ക്യാരക്ടറിന് എത്രത്തോളം ഡെപ്ത് ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നതിനകത്ത് ഈ എലമെന്റ് ഞാൻ ചെയ്താൽ എത്രത്തോളം വർക്കാവും, എന്നെ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരുപാട് തോട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു കഥ കേട്ടപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ അതിനൊരു തോട്ട്സ് എപ്പോഴും പോയായിരുന്നു? ഇല്ല, എന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുള്ള ആളല്ല ഞാൻ. പക്ഷേ ഫോർ എക്സാമ്പിൾ എനിക്കറിയാം, ഞാൻ ചിലപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളാണെങ്കിലും ചില ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഒക്കെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും.
ബട്ട് ഞാനത് തമാശ രൂപേണ ഞാൻ ഇപ്പോൾ നേരത്തെ രാവിലെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുന്നു. ബട്ട് ഞാൻ അങ്ങനെ അതിൽ ബോധേഡായിട്ടുള്ള ഒരു വ്യക്തിയേ അല്ല. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അതറിയാം. സോ ഈ ഒരു കഥാപാത്രം എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് സത്യത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ല എൻ്റെ കരിയറിൽ. ഞാൻ വളരെ ബോൾഡായിട്ടുള്ള, ഇത് ബോൾഡ് തന്നെയാണ്, ബട്ട് നമ്മൾ റിയലിസ്റ്റിക്കലി നിങ്ങൾ പറഞ്ഞല്ലോ ഫാൻറ്റസി എലിമെൻ്റ് ഉണ്ട് അതിൽ. പ്ലസ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് സാധാരണ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് ആകാശത്ത് നിന്ന് വരുന്ന ഒരാളായിട്ടാണ് ഇതിൽ എന്നെ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അപ്പം എന്നെ എക്സൈറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഈ ഏഞ്ചൽ, ഈ മിക്കായൽ എന്ന് പറയുന്ന മെയിലായിട്ടുള്ള ഒരു ഏഞ്ചലിനെ അവർ ഫീമെയിൽ വേർഷനായിട്ട് കാണിക്കുന്നു. അതെനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നു. ഈ ഒരു സിനിമയുടെ എന്താ പറയുക, വികൃതി എന്ന് പറഞ്ഞ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ചെറിയ പോർഷനേ ഉള്ളൂ. അപ്പം ആ സിനിമയിൽ മൊത്തത്തിൽ സുരാജേട്ടൻ്റെ ക്യാരക്ടറിനെ പൊളിച്ച് ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു മൈന്യൂട്ട് പോയിൻ്റായി ആ ഒരു ഭാഗം മാത്രമേ എനിക്കുള്ളൂ. അതായത് ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ സിനിമ ചെയ്തു. അപ്പം അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമയിലും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു സസ്പെൻസ് എലിമെൻറ്റ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. സാറും ക്രൂ ഒക്കെ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുന്ന നിങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം. ചേട്ടാ, ഓക്കെ, ഈ ഇങ്ങനെയുള്ള സിനിമകൾ ഒരു പരിധിവരെ തിയേറ്ററിൽ എത്തി അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രമേശൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി, അതായത് ഒരു എല്ലാ തിയേറ്ററുകളിലും ഒരുമിച്ച് റിലീസ് വരക്കാതെ ഘട്ടം ഘട്ടമായിട്ട് കേരളം മുഴുവൻ എത്തിക്കുക എന്നുള്ള സ്ട്രാറ്റജി പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എല്ലാ സിനിമകളും ഈ തരത്തിലേക്കൊക്കെ വേണമെന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് വന്നോ? അല്ല, അത് ഇപ്പം ഈ ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവർക്ക് തോന്നിയ ഐഡിയ ആണ്. അപ്പോൾ അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സ്ഥലത്തൂടെ ഇപ്പോൾ ഒരേ സമയം റിലീസ് ചെയ്യുമ്പം അവിടേക്കൊക്കെ എല്ലാം ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു സംവിധാനം അവർക്ക് ഉണ്ടാവില്ല. അതിനൊക്കെ വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവുകളും വരുന്നു. പക്ഷേ ഇത് കുറേശ്ശെ ഓരോ ഘട്ടമായിട്ട് ഓരോ ഏരിയയിൽ കവർ ചെയ്ത് അങ്ങനെ പോവുക എന്നുള്ളത് ഒരു പരീക്ഷണവും കൂടി ആയിരിക്കും ഒരുപക്ഷെ. അത് വിജയിക്കാതിരിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അനുഭവം വെച്ച്. കാരണം ഓരോ ഏരിയയിലുള്ള ആളുകൾ സിനിമ കാണുന്നത്, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ ഏരിയയിൽ വരുമ്പോഴായിരിക്കുമല്ലോ കാണുന്നത്. അവിടെ അത് റിലീസ് ചെയ്യുമ്പോൾ അവർക്കൊരു പുതുമയായിട്ടത് തോന്നും. അപ്പോൾ അവരതന്നേരം പോയി കാണും. പിന്നെ ഇതിൽ അപൂർവം ചില ആളുകൾ ചിലപ്പോൾ മറ്റിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ കോഴിക്കോട് വെച്ചായിരിക്കും ഈ പടം കാണുന്നത്. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു വർഷം പറയും ഇന്നലെ കോഴിക്കോട് വെച്ച് സിനിമ ഉണ്ട്, ഇവിടെ റിലീസായിട്ടില്ല, അത് ഇവിടെ റിലീസാകും. അപ്പോൾ അന്നേരം കാണാൻ വേണ്ടിയിട്ട് അത് ഒരു പ്രചോദനമാകും ഇങ്ങനെ പറയുമ്പോൾ. പിന്നെ കുറച്ച് നല്ല സിനിമയാണെങ്കിൽ നല്ലൊരു പബ്ലിസിറ്റി ആളുകൾ പറഞ്ഞുണ്ടാകും. എത്രയെല്ലായാലും ഈ പ്രേക്ഷകരുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ ഒക്കെ അല്ലെങ്കിൽ വിചാരങ്ങളെയും നമ്മൾ പുറമേ നിന്ന് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും മാറ്റിമറിക്കാനൊന്നും സാധിക്കത്തില്ല. നല്ല സിനിമകൾ ഉണ്ടായാൽ അതിനിപ്പോൾ ആരെ എതിർത്താലും ആ സിനിമ ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ വരും. ആരിനെയും വിജയിപ്പിക്കാമെന്ന് വിചാരിച്ചാലും അത് നടക്കത്തില്ല. കാരണം അതിലൂടെ അബദ്ധം പറ്റിയെന്ന ആളുകൾക്ക് തോന്നുന്നു അതായിരിക്കും പിന്നീട് വരുന്നത്. ഞാനിപ്പോൾ ഒരാളെ നിർബന്ധിച്ച് ഗംഭീര സിനിമ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും പറയുന്നത്. അപ്പോൾ അയാൾ കാണുമ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ അയാൾ പോയി മറ്റൊരാളോട് പറയുന്നത് അങ്ങനെ ആയിരിക്കില്ലല്ലോ, അത് നല്ല സിനിമയാണെന്ന് പറയത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പം ഓരോ പ്രേക്ഷകൻ്റെയും കാഴ്ചപ്പാടിൻ്റെ അതിൻ്റെ അറിവിൻ്റെ ആഴം അനുസരിച്ചായിരിക്കും അവരതിനെക്കുറിച്ച് വിധി എഴുതുന്നത്. അപ്പം ടോട്ടലി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണെങ്കിൽ എല്ലാവരും അത് ഒരുപോലെ കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഇതുവരെ ഉള്ളത് വെച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന സിനിമ എല്ലാം നല്ലതും ഇപ്പോൾ ഉണ്ടാകുന്ന സിനിമ മോശമാണെന്നും അല്ല ഇതിനർത്ഥം. ഇപ്പം ആളുകളുടെ ഇതിൻ്റെ സിനിമ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ശ്രദ്ധ കൂടുതലും പെട്ടെന്ന് കാര്യങ്ങൾ ഒക്കെ ഇതിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പഴയതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ
അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ നടന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷി കൂട് കൂട്ടുന്നത് പോലെ അതിൻ്റെ ഓരോ അനുസാരികളും അടുപ്പിച്ച് നല്ല ഗംഭീരമായ ഒരു കൂടുണ്ടാക്കുന്നു. ഇന്നിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു കാര്യങ്ങളൊക്കെ ആയി. അതിൽ അപൂർവം ചില സിനിമകൾ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് വരുന്ന സിനിമകൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെതായ മാറ്റം കാണാറുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇതായിരിക്കും. ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കുറേശ്ശെ ഇതായിട്ട് വരുമ്പോൾ കൂടുതൽ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ സംഘാടകർക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അതൊരു നല്ല കാര്യമായിരിക്കും തോന്നുന്നു. എന്തായാലും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റുമല്ലോ നമുക്ക്. ഓക്കെ, രമേശന്റെ കഥാപാത്രം ഇതിനകത്ത് എത്രത്തോളം വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്? പൊതുവിൽ ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ കഥയൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ചാൽ എന്നാൽ കേൾക്കാം അല്ലെങ്കിൽ അറിയാം എന്ന് കരുതി കേൾക്കും. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് അയ്യപ്പനും കോശിയാണ്. കാരണം ഞാൻ ആ സിനിമാ രംഗത്ത് ഒരു മുഴുനീള വേഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. അങ്ങനെയുള്ള സമയവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമയാണ്. പിന്നീട് എനിക്ക് അങ്ങനെ അത്രയും പ്രാധാന്യമുള്ളൊരു സിനിമ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഥ പറയുമ്പോൾ അവരൊന്ന് ജസ്റ്റ് ഫോണിലൂടെ ആണെങ്കിലും കഥ പറയുമ്പോൾ തന്നെ അതിന് ആ കഥാപാത്രത്തിൻ്റെ സാരം എന്താണെന്നുള്ളതും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് ആണ് ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇനിയൊരു അവസരം ഉണ്ടായാൽ അപ്പം ഈ എന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹം വിക്ടർ കഥ പറഞ്ഞപ്പോൾ കഥയെന്ന് പറഞ്ഞു, അതിനകത്ത് ക്യാരക്ടർ എന്നാന്ന് പറഞ്ഞു. അപ്പം അത് ഒരു വലിയ വെല്ലുവിളിയായിട്ടൊന്നും തോന്നിയില്ല. അത് സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു നാട്ടുമനുഷ്യൻ്റെ ഒരു നാട്ടിലുള്ള ഒരു സാധാരണ നന്മ പ്രവർത്തിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസാക്ഷിയുള്ള അല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ്റെ കഥ. അപ്പോൾ അത് നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളൂ. നമുക്ക് ചുറ്റുപാട് ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ 1,00,000 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 പേരൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് അത് എളുപ്പമാണ്. പക്ഷെ ഒരു ദുഷ്ടനായ മനുഷ്യനെ നമുക്ക് അവതരിപ്പിക്കാനാണ് ഇച്ചിരി പ്രയാസമുള്ളത്. കാരണം ഈ എത്രയെല്ലാം പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറില്ല. കുറേ പാടുപെടേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സിനിമ അല്ലാത്തത് കൊണ്ട്, കഥാപാത്രം അല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് നമ്മുടെ സ്വഭാവം അല്ല നമ്മുടെ മനസ്സുമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനുഷ്യൻ്റെ ഒരു പ്രവർത്തന മേഖലയാകും എന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വരാൻ സാധിക്കും. നമ്മുടെ അച്ഛൻ വല്ലപ്പോഴും ഒക്കെ സിനിമയിൽ വന്നു പോകുന്ന ആളായിട്ടും സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ട് എന്ന് പറഞ്ഞ ഈ സിനിമയെ പറ്റി. അപ്പൊ ഇതുപോലെ സ്ക്രിപ്റ്റ് കേൾക്കാതൊക്കെ ചെയ്ത് ചിലപ്പം വല്ല കണിയിലും പെടുമെന്നുള്ള പേടിയൊന്നും ഇല്ലല്ലേ? അച്ഛനായതുകൊണ്ട് ആ പടത്തിൻ്റെ എന്താണ് കഥയെന്നറിയാതെ ചേരാൻ പറ്റിയല്ല. കാരണം ഞാനങ്ങ് ഇവർക്ക് പ്രശ്നമില്ല. കാരണം ആക്ടേഴ്സ് എന്ന രീതിയിൽ ഞാൻ ഒരു പടത്തിൽ ചേരുകയും അതിൻ്റെ എല്ലാ ഭാഗത്തും ബലാത്സംഗം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പടം ഇത് നല്ലതാണെന്ന് പറഞ്ഞ് അവസാനം ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നിർമ്മാതാവ് വഞ്ചിക്കുന്നവരല്ല അറിയാവുന്നതുകൊണ്ട് പറഞ്ഞിരുന്നുവെങ്കിലും മൊത്തം കേൾക്കാതെ എനിക്ക് ചേർന്ന് നിൽക്കാമെന്ന് തോന്നുന്നു. അത് ഞാനൊക്കെ ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്. ഒരു ചോദ്യം, അച്ഛാ, വാക്കുകൾക്ക് വിലക്ക് വീഴുന്ന നാട്ടിൽ ചിന്തകൾക്ക് വിലക്ക് വീഴുന്ന നാളുകൾ വിദൂരമല്ല. ഇപ്പം സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ പ്രതിഷേധങ്ങളായാലും സമൂഹത്തിലെ അനീതികളായാലും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കലാരൂപമാണ്. ഇപ്പം അതൊരു വെറൊരു ബിസിനസ് എന്ന ലെവലിലോട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാഴ്ചക്കാരെ വെറുതെ ടൈം പാസിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു കലാരൂപമായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛനെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാരൂപങ്ങൾ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ വേറൊരു ബിസിനസ് മാത്രമായി മാറരുത്? നമ്മൾ നമ്മുടേതായ ഗ്രൂപ്പുകളിലൊക്കെ ഈ ആശയം പങ്കുവെക്കാറുണ്ട്, പ്രത്യേകിച്ച് യൂത്തിനോടൊക്കെ ക്ലാസ് കൊടുക്കുമ്പോൾ. പിന്നെ ഇന്നൊരു വലിയ പ്രശ്നം വരുന്നത് ഒത്തിരി പേർക്ക് ഈ ബ്ലാക്ക് മണി ഉള്ളവരുണ്ട്. ഒരു പൊട്ടപ്പടം പഠിപ്പിച്ച് അത് വൈറ്റ് മണിയാക്കി മാറ്റാം. ഒത്തിരി പേർക്ക് അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള രീതി വരുമ്പോഴത്തേക്ക് അവർ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ മതി. പടത്തിന് വേണ്ടിയല്ല, അവരെ കള്ളപ്പണം ഒന്ന് നേരെയാക്കാൻ കണക്ക് കാണിക്കുമ്പോൾ. അങ്ങനെയുള്ളൊരു പടം പിടിക്കുമ്പം ആ പടത്തിൻ്റെ സ്റ്റാൻഡേർഡും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഏതാനും സിനിമ തീരും ആ പടങ്ങളൊക്കെ. പക്ഷെ എപ്പോഴും ഈ മൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന, ബന്ധങ്ങൾ വളർത്തുന്ന, മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്ന, മക്കളെ പേരൻസ് കരുതുന്ന നല്ല സത്യമായ പ്രേമബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, അങ്ങനെയുള്ള പടങ്ങൾ എന്നും എക്കാലത്തും അത് വിജയിക്കും. അതിനൊന്നും ഇന്ന് സത്യം ഇന്ന് എങ്ങനെയാലും
എൻ്റെ ഈ കുറേ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുക, പിന്നെ ആരെയും വിളിച്ചുകൂടി അങ്ങ് തീർക്കുക. അങ്ങനെ നമുക്ക് സിനിമയെ അർപ്പിക്കലും ഒപ്പിക്കലുമാണ്. ഒത്തിരി പേര് ഒപ്പിക്കുന്നവരാണ്, അർപ്പിക്കുന്നവരല്ല. ഇതിനകത്തൊരു അർപ്പണത്തിൻ്റെ ഒരു തോന്നി, ഇത് വിജയിച്ചാൽ ഓക്കെ, ആ രീതി നമുക്ക് പലപ്പോഴും തന്നു മുന്നേറാൻ പറ്റും. അപ്പം നന്മ എപ്പോഴും വിജയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്വർഗം എന്ന് പറയുന്ന സിനിമയൊക്കെ അത്ര വലിയൊരു കലാരൂപം നമുക്ക് സിനിമാ രീതി പറയാൻ പറ്റിയില്ലല്ലോ, അത് വിജയിച്ചു. അതിൻ്റെ കാരണം അതിനകത്തൊരു നന്മ, ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അതുപോലെ ഏത് പടത്തിലും ഇപ്പം ഒരു രീതിയിൽ ഇപ്പം ശബരിമല അയ്യപ്പൻ്റെ ആവശ്യമുള്ളൊരു പടം വന്നില്ലായിരുന്നു, മാലയപ്പുറം. അത് ഒരു മതപരമായ നല്ല എത്രയോ നല്ല മൂല്യങ്ങളും ചിന്തകളും വിശ്വാസത്തിനകത്തുണ്ട്. അപ്പം അതിനോട് നമ്മൾ ജാതിയോടപ്പുറമായിട്ട് തന്നെ ജനം സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കും. രാജകന്യ എന്ന സിനിമ സമൂഹത്തിന് എന്ത്, അത് ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പോകുന്നത്? അതൊന്നാമത് ആ പടം വഴി ഉണ്ടാകുന്നത് ഈ സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടി ജീവിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് കച്ചവടമാക്കി മാറ്റാമെന്ന് തോന്നുന്നവർക്ക് കിട്ടാവുന്ന തിരിച്ചടി. നിർമ്മല ഹൃദയത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് എത്തിപ്പെട്ടാലും ഈശ്വരാനുഗ്രഹം അവർക്കുണ്ടായിരിക്കും എന്നുള്ള ആ ഒരു മൂല്യം കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കൊച്ചു കൊച്ചു സ്പാർക്ക് വരുന്നില്ല. അതിനകത്തൊക്കെ സന്ദേശങ്ങളൊക്കെ ആയിട്ട് സത്യസന്ധത, വിശുദ്ധി, നന്മ, ഇതിൻ്റെയൊക്കെ ആശയങ്ങളും സ്പാർക്കായിട്ട് അതിലൂടെ കിട്ടും. ജനജീവിതത്തിൽ ഇപ്പോൾ ഇത്രയും നാളായിട്ട് പ്രസംഗിക്കുകയും ഒരുപാട് ആശയങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് മാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഒരു ഭാര്യ ധ്യാനം കൂടാൻ പോയി, ഭർത്താവ് ചോദിച്ചു, ധ്യാനം കൂടിയിട്ടും നിനക്ക് എന്നാ അടി മെച്ചം? ഭാര്യ പറഞ്ഞു, വിഷം തന്നെ കൊല്ലാത്തത് അതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞവരേ ഉള്ളൂ. കുറേയെങ്കിലും നന്മ കുറച്ചെങ്കിലും ഉണ്ടാകുന്നു. എനിക്കിതിനേക്കാൾ മോശമാകാമായിരുന്നു. മുഴുവൻ പേരെ നന്നാക്കാൻ പറ്റിയെന്നല്ല, 10 പേർക്കെങ്കിലും ഒരു നല്ല നന്മയുടെ സ്പാർക്ക് കിട്ടിയിട്ട് അതിൻ്റെ ഫലം വ്യക്തിപരമായിട്ട് അറിയാം അനേക ജീവിതങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ അച്ഛനും ഒപ്പം കോടതിയിലെ വക്കീലാണ്, ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ പോകുന്നു. എത്രയോ കേസുകൾ ഈ മൊബൈലിൽ ചെറിയ പടം കണ്ടിട്ട് ഈ അച്ഛനോട് വേണ്ടിയാക്കാവുന്നത്. അപ്പോൾ കുടുംബ കോടതി ജഡ്ജി തന്നെ പറഞ്ഞു വിടും ഈ അച്ഛനെ പോയി ഇതിനേക്കും. അപ്പോൾ ആ വഴി നമ്മൾ അറിയാതെ ഇൻഡയറക്റ്റായിട്ടും കൊച്ചു ഇപ്പം കുറവനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ ആൾ തീരുമാനം ഒരു കുടുംബ കേസ് വരെ എൻ്റെ അടുത്ത് ആദ്യം വിടും. കേസായിട്ട് പോകാൻ ഞാൻ പറഞ്ഞാൽ മാത്രമേ എസ് ഐ അത് നടത്തിയൂ, അല്ല അവിടെ നിന്ന് ക്ലോസ് ചെയ്യും. അതൊക്കെ ഈ മീഡിയയിൽ കിട്ടിയ കൊച്ചു കൊച്ചു സ്വാധീനം. കുടുംബബന്ധങ്ങളുടെ ഒരുപാട് കഥകൾ അച്ഛൻ്റെ അടുത്ത് വന്നാൽ കിട്ടും എന്നാണ് അച്ഛൻ പറയുന്നത്. ഇതിലുണ്ട് ഒരുപാട് ഞാൻ വികാസ് ഒരുപാട് മീഡിയയിൽ ഇങ്ങനെ പങ്കുവെക്കാറുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും ബസ്സിൽ കയറുന്ന ചേട്ടനോടും ഒറ്റ വാക്ക് പറയാവുള്ളൂ, അത് 3 പേർക്ക് സന്തോഷം. ഒരു സെൻറ്റൻസ്: കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും ബസ്സിൽ കയറുന്ന ചേട്ടനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോട് പറയുന്ന ഒറ്റ വാക്കാണ്, പിടിച്ചു നിൽക്കണം കേട്ടോ. ഒറ്റ വാക്ക്. അച്ഛൻ്റെ ഇതുപോലുള്ള കുറേ അധികം കോമഡികൾ ഇപ്പം മറ്റു പലരും അനുകരിച്ച് അത് തന്നെ കോപ്പി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ അച്ഛന് വിഷമം തോന്നാറുണ്ടോ? അത് ഈ തുഷാരപൂർത്തിയുള്ള ഒരാൾ രണ്ടുപേരാണ് ഇങ്ങനെ അവർ തന്നെ പിടിക്കുക. പക്ഷേ നോക്കിയിട്ട് പറയാമോ തോന്നും പറഞ്ഞ് എനിക്ക് അയച്ചു തരാറുണ്ട്. പിന്നെ അതൊക്കെ നമ്മളൊരു പൊതു മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൈവസി ഇല്ല, പിന്നെ അതൊന്ന് വിട്ടുകൊടുക്കാനേ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിയിരുന്നു ഇറങ്ങിയോ പറയുന്ന വാക്കും ചിലപ്പം നമ്മുടെ ശബ്ദവും ഓരോ രീതിയിൽ അനുകരിക്കും. ഒക്കെ അവർക്കതൊരു വരുമാന വഴിയും അല്ലേ, നമുക്കൊരു തീരുമാനവും അവർക്കൊരു വരുമാനമായിട്ട് അത് ഹലോ അച്ഛാ, അതുപോലെ തന്നെ പൊതുബോധം അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പല സിനിമകളും ഇറങ്ങിയിട്ട് അതിലൂടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല സിനിമകൾ മിക്കപ്പോഴും ജനസമൂഹത്തിലേക്ക് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണത്. വളരെ നല്ല മൂല്യമുള്ള ചില പടങ്ങൾ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് അങ്ങ് തീർന്നു പോകുന്നു. കാരണം അത് സ്വീകാര്യത ആരും കൊടുക്കില്ല. അതെന്താണെന്ന് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ അത് ഈ പറഞ്ഞ സമൂഹത്തിൽ വരുന്ന ഒരു ചിന്താധാരയുടെ മാറ്റമായിരിക്കാം. ഒരുപക്ഷെ യുവജനങ്ങൾക്കൊക്കെ തോന്നുമ്പോൾ ചുമ്മാ ഇതിന് കാണുന്ന ഒരു പഴച്ചക്കഥ പോലെ ആയിരിക്കാം അത് തോന്നുന്നത്. അവരാണല്ലോ കൂടുതൽ പടത്തിന് പോകുന്നവരും. കാരണം പറയാൻ പോകുന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതാകാം. പക്ഷെ അതൊരിക്കലും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തേണ്ടതാണ്. ആര് പടം ഇറക്കിയാലും ചെറിയ നന്മയുടെ സ്പാർക്കുള്ളതാണോ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട്.
പലതും അങ്ങനെ തള്ളപ്പെട്ടു പോകും. ശ്രദ്ധിച്ച് വരേണ്ട കാര്യം പടങ്ങൾ പയ്യെ പയ്യെ തള്ളി പോകും. ഇപ്പോൾ അച്ഛൻ തന്നെ പല കാര്യങ്ങളും സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് വളച്ചൊടിക്കപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ള സമൂഹങ്ങൾ എടുക്കാറ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ രാജകന്യ എന്ന സിനിമ അതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണോ ഇറങ്ങുന്നത്, അതുമല്ല മതപരമായിട്ടുള്ള രീതിയിലാണോ, എങ്ങനെയാണ് അച്ഛൻ നോക്കിക്കാണുന്നത്? ഞാനിത് പ്രാധാന്യം കൊടുത്തത് ഒരു പ്രാർത്ഥനയുടെ രീതിക്ക് അതുമാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്ന അനുഗ്രഹം, അത് ആ ഒരു മെസ്സേജ് അതിനകത്തുണ്ട്. ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ അവതരിപ്പിക്കുന്നെങ്കിലും ആ ആശയത്തെ സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ആരെയും പോകുകയെന്ന് വഴിയാകുന്നൊന്നുമില്ലല്ലോ. വളരെ തന്മയത്വത്തോടെ കൊണ്ടുപോകുന്ന ഒരു കഥ. അതിൻ്റെതായ നല്ലൊരു ത്രില്ലുണ്ട് അതിനെക്കുറിച്ച് മൊത്തം. അത് കാണുമ്പോൾ അതിനകത്ത് തന്നെ അത് സ്വീകാര്യത കമൻറ്റ് വരാൻ സാധ്യത വളരെ കുറവാണ്. സാധ്യത ആശ അരവിന്ദ് എന്ന് പറയുന്ന നടി ഈ പറയുന്ന സിനിമയിൽ, രാജകന്യ എന്ന സിനിമയിൽ കഥാപാത്രം മാതാവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിലെ കഥാപാത്രം മാതാവ് റിലേറ്റ് ചെയ്തുള്ള കഥാപാത്രമാണോ അതൊരു അമ്മയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടോ ആണോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ കഥാപാത്രം ഒരു വീട്ടമ്മയാണ്, മോളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മ. പക്ഷേ ഇതിനകത്ത് മാതാവ് ഒരു വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് വരുന്നുണ്ട് എൻ്റെ ആ ഒരു അഭിനയ ആ ഭാഗത്ത്. അപ്പം മാതാവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. കാരണം ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു കുഞ്ഞിനു വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ഒരു അമ്മയായിട്ട്. അപ്പം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ. അപ്പം അതിൻ്റെ ചില കാര്യങ്ങളിൽ ആ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം വരുന്നുണ്ട് ആ സിനിമയിൽ പല സന്ദർഭങ്ങളിൽ. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉറക്കെ പ്രാർത്ഥിക്കുകയും ഏറ്റവും കൂടുതൽ അവർ പേഴ്സണലായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് മാതാവിനോടാണ്. ഇപ്പം വിക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് മാതാവ് മാത്രമല്ല എല്ലാ മതസ്ഥരുടെയും കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം അച്ഛൻ പറഞ്ഞ പോലെ ഒരു മൂല്യമുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇപ്പം മാതാവിനെ പറ്റി ഒരു സിനിമ വരുമ്പോൾ അതിനകത്ത് റോൾ ചെയ്യാന്ന് പറയുന്നത് അത് ശരിക്കും എന്തെങ്കിലും സജഷൻ വെച്ചിരുന്നോ? ഇല്ല, ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രളയശേഷം ജലകന്യക, രാജകന്യക, ഇത് രണ്ടും എനിക്ക് ഒന്നിച്ചു വന്ന സിനിമയാണ്. ഇത് രണ്ടും ഞാൻ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ രണ്ട് സിനിമയാണ്. അപ്പം അത് രണ്ടും ഇതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ് മാതാവുമായിട്ട്. പ്രളയശേഷം നിങ്ങളെല്ലാം കണ്ടതാണല്ലോ, അതെൻ്റെ ഏജുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഏജുമായിട്ട് വളരെ സാമ്യമുള്ളതും ഞാനുമായിട്ടും കുറച്ച് സാമ്യമുള്ളതുമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പ്രളയശേഷം ജലകന്യകയിലെ ഒരു ലാസ്റ്റ് സീനൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച്, അതായത് നമ്മൾ സഭയിൽ തന്നെ ഒരിക്കലും ദൈവം കൂടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന രംഗങ്ങളൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ നോർമലി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ചോദ്യം ചെയ്യപ്പെടുന്ന, അപ്പൊ അത് ആ ഒരു സീന് കണ്ടപ്പം ശരിക്കും മാതാവിന്റെ ഭക്ത എന്നുള്ള രീതിയിലും കൂടെ എന്തെങ്കിലും വിഷമം തോന്നിയിരുന്നോ? ഇല്ല, അതൊരു ഫാൻറ്റസി ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു സ്വപ്നത്തിൽ അങ്ങനെ വരുന്നതായിട്ട്. കാരണം എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ലൂയി ചായൻ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് മഠത്തിൽ ഒരു കന്യാസ്ത്രീയാകാൻ പോകുന്ന ഒരു കുട്ടിയോടൊരു സ്നേഹം തോന്നുകയും അവർ തമ്മിൽ കല്യാണം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ചെറുപ്പക്കാരൻ. എങ്കിലും അദ്ദേഹം പ്രായമാകുമ്പോൾ, അവശരായിരിക്കുമ്പോൾ, അദ്ദേഹത്തിന് മരണത്തിന് മുമ്പ് അദ്ദേഹം ഒരു ഡ്രീമിൽ, സ്വപ്നത്തിൽ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുറേ സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു സ്വപ്നമായിരുന്നു പോപ്പ് നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ നടത്തണം. പിന്നെ അത് ആ സ്വപ്നത്തിൽ കാണിക്കുന്നതല്ല. അപ്പം അദ്ദേഹം ഒരു നല്ല ആളായത് ആഫ്റ്റർ മാരേജ്. അതുകൊണ്ടാണ് ആ സ്വപ്നത്തിൽ അങ്ങനെ ഒരു തീം അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അത് അന്നേരം നമ്മളൊരു സോങ് സീക്വൻസിലാണ് അത് വരുന്നത്. അതൊക്കെ സിനിമയുടെ ഒരു ഫാൻറ്റസി ടൈപ്പായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഓഫ് ബീറ്റ് മൂവിയായി പോയേനെ അത്. പക്ഷെ അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു സീൻ ഉണ്ടായിരുന്നു. ഇപ്പൊ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. അതായത് ഇതേ ജോണറിൽ വരുന്ന ഒരു സിനിമ തന്നെ ആയി, അതായത് കുറച്ച് നന്മ പറയുന്ന ഒരു സിനിമയായിരുന്നു അത്. പക്ഷെ അത് അവസാനം വന്നു കഴിഞ്ഞപ്പം ആ രീതിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു വിഷമം കുറെ പേര് സംസാരിക്കുന്നതായിട്ട്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നതാണ്. മറ്റൊരു രംഗം ഉണ്ടായിരുന്നു, അതായത് അവര് വെയില്, അതായത് കന്യാസ്ത്രീയുടെ വെയില് അത് ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഇടിച്ചു ചേർന്നതാണ്. അത്
മടക്കി ഒതുക്കി അകത്ത് അലമാരയിൽ വെച്ച സാധനം ആ സമയത്ത് അത് കണ്ടാലേ ആൾക്ക് ഒരു സന്തോഷം വരുള്ളൂ എന്ന രീതിയിലേക്ക് വരുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മളിപ്പം ഈ സിനിമയെ പറ്റിയാണ് പ്രൊമോഷൻ എങ്കിലും പറയാൻ നിങ്ങൾ ചോദിച്ചല്ലേ. ഇതും അതുപോലെ തന്നെ അവർ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞു അവരിങ്ങനെ കല്യാണം കഴിച്ച ഒരു അഫെയറായാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹം പാരലൈസ്ഡ് ആയിട്ട് കിടക്കുവാണ്. അദ്ദേഹത്തിന് മരണത്തിന് തൊട്ട് മുമ്പാണ് ഇദ്ദേഹം മരിക്കാൻ പോവുക എന്നുള്ളത് ആ സ്ത്രീക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ പ്ലെമേനാമ്മയ്ക്ക്. അപ്പോഴാണ് ഇവർ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ആൾക്കാർ വന്ന് നിങ്ങൾ വീട് ഒഴിഞ്ഞു തരണം, നിങ്ങൾ ഇപ്പോൾ വെള്ളം പൊങ്ങും, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ വന്ന് ഇവരുടെ ഹസ്ബൻഡിനോട് ഇത് പറയാൻ വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇത്രയും ഫൈറ്റ് ചെയ്ത് ജീവിച്ച ഒരാള് ഇത്രയും കിടപ്പാവുമ്പോൾ ഉള്ള ഒരവസ്ഥ ആ വൈഫിന് മനസ്സിലാവുന്നു. അപ്പോൾ അവർ ആ പഴയ ഒരു സ്വപ്നലോകത്ത്, അതും സോങ് ആണ്, സ്വപ്നലോകത്ത് അവരുടെ പഴയ വെയിൽ യൂസ് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് ഹഗ് ചെയ്യുന്ന ഒരു ഷോട്ടാണത്. പിന്നെ ഈ ഒരു പ്ലെമേന എന്ന് പറഞ്ഞ സ്ത്രീ അതിനകത്ത് ദൈവവിശ്വാസത്തിനുപരി അവർ വളരെ തൻ്റെടിയായിട്ടൊരു സ്ത്രീയാണ്. അവരുടെ ഇടയ്ക്ക് ആരുടെ ഒരു വിളച്ചിലും നടക്കില്ല. അവർക്കാകെ അവർക്കിഷ്ടമുള്ള ഒരു വ്യക്തി അവരുടെ ഹസ്ബൻഡ് മാത്രമാണ്. ബാക്കി മക്കളോടോ വേറെ ആരോടും അവർ അത്ര വലിയ സ്നേഹമുള്ള ഒരു സ്ത്രീയല്ല. എല്ലാവരോടും എതിർത്ത് അവരുടെ ജീവിതത്തിൽ അവരുടെ ഹസ്ബൻഡിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ വീട്, അവരുടെ പശുക്കള്, ആട്, ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് അവരെ കാണിക്കുന്നത്. ഡയറക്ടറോട് ഇടുക്കിയിലാണ് ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അല്ലല്ല, ഇത് ഓൾറെഡി എല്ലാ ജില്ലയിലും നമ്മൾ റിലീസുണ്ട്. സെൻറ്ററുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചില ജില്ലകളിൽ കൂടുതൽ സെൻറ്ററുകളുണ്ട്, ചിലപ്പോൾ കുറച്ച്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നോക്കും. ഇപ്പോൾ ഒരു സിനിമ എടുത്ത് ഒറ്റയടിക്ക് 700 സ്ക്രീനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കറിയാലോ പൊതുവെ. അപ്പം ഞാനൊരു സിനിമ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങുന്ന സിനിമകളും അതിന് വരുന്ന കളക്ഷനും ഏതൊക്കെ ഏരിയകളിലാണ് ഇത് കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ഓഡിയൻസ് ആണ് ഓരോ സിനിമയുടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ അത്രയും സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ. എല്ലാ ജില്ലയിലും തന്നെ റിലീസുണ്ട്, പക്ഷേ ചില ജില്ലകളിൽ കൂടുതൽ സെൻറ്ററുകളുണ്ട്. ഇപ്പം നമ്മൾ എറണാകുളത്ത് റിലീസുണ്ട്, ആലപ്പുഴ സൈഡുണ്ട്, കൊല്ലം, തിരുവനന്തപുരം, എല്ലാ ജില്ലയിലും റിലീസുണ്ട്. ചില ഏരിയകളിൽ നമ്മൾ സെൻറ്ററുകൾ, കോട്ടയമുണ്ട്, കോട്ടയം നമ്മൾ ഏറ്റുമാനൂർ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചില തിയേറ്ററുകൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് 4K അറ്റ്മോസ് ആണ് സിനിമ. അപ്പോൾ കഴിയുന്നതും ഫസ്റ്റ് പോകുന്നത് 4K 2K ഉള്ള തിയേറ്റേഴ്സ് പ്രിഫർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും പൈസ ഒക്കെ മുടക്കി അറ്റ്മോസ് ഒക്കെ ചെയ്തിട്ട് അത് അങ്ങനെയുള്ള ഒരു സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ ഇരുന്ന് കാണണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഞാൻ അത്രയും നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് അതുകൊണ്ട് ഫസ്റ്റ് റിലീസ് വന്നെങ്കിൽ എപ്പോഴും നല്ല തിയേറ്റേഴ്സ് കൂടെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പടം റീച്ച് ആകുന്നതനുസരിച്ച് ഇത് സെക്കൻഡ് വെച്ച് നമുക്ക് തിയേറ്ററുകൾ കൂട്ടാൻ നിസ്സാര സമയം മതി. അനാവശ്യമായിട്ട് കൊണ്ട് ഒരുപാട് തിയേറ്റേഴ്സ് എടുത്തിട്ട് നമുക്ക് റീച്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പടം കുറേ ഇടത്ത് ഷോ നടക്കാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അത് ആ സിനിമയെ ബാധിക്കും. അതിൽ നല്ലത് ഒരു 100 താഴെ സെൻറ്റേഴ്സ് എടുത്തിട്ട് നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഏരിയകളിൽ മാക്സിമം വർക്ക് ചെയ്ത് സ്റ്റെപ്പായിട്ട് ഫിൽ ചെയ്യാന്നുള്ള ഇതാണ്. പിന്നെ ഇത് 3 ലാംഗ്വേജ് ഞാൻ പറഞ്ഞു. ഇതൊരു കേരള തമിഴ്നാട് ബോർഡറിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ തമിഴും മലയാളവും മിക്സഡാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെനിക്കൊന്ന് തമിഴിൽ ഈ സിനിമ എനിക്കൊന്ന് കേരളത്തിനേക്കാളും കുറച്ചുകൂടെ റീച്ച് തമിഴ്നാട്ടിലുണ്ടാകുമെന്ന് തോന്നുന്നു. ഇവിടെ ചെയ്ത റിലീസിനൊപ്പം തന്നെ ഇത് ഞാൻ പുറത്തോട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിന് കുറച്ച് ഈ ഫാൻറ്റസി ഇതൊക്കെ വന്നൊരു മാതാവിൻ്റെ ഇതൊക്കെ വരുന്നതുകൊണ്ട് വിദേശത്തോട്ടാണ് കുറച്ചുകൂടെ ഇങ്ങനത്തെ സിനിമകൾ ഓടുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുത്തെ ജില്ലയിൽ കേരളത്തിൽ 14 ജില്ലയിൽ കുറച്ചാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു. തമിഴ്നാട് പോകുമ്പോൾ കുറച്ചുകൂടെ റീച്ച് കിട്ടുന്നു, പുറത്തോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ. ഞാനിത് പുറത്തേക്ക് ഓസ്ട്രേലിയയൊക്കെ റിലീസ് ചെയ്യാൻ അങ്ങനെ ഒരു വ്യൂവിലൊക്കെയാണ് ഈ സിനിമ ചെയ്തത്. വലിയ ഇതിനെപ്പറ്റി എന്താ പറയുക, ഞാനൊരു ബിഗിനറാണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ചെയ്ത് സിനിമയെ പറ്റി ഒന്നും തള്ളി മറിക്കാൻ നമുക്കില്ല. ആൾക്കാരത് കണ്ട് ഇഷ്ടപ്പെട്ട ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്കൊരു സിനിമ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന സിനിമ ഒരു കൂടുതൽ ആൾക്കാർ ഓരോ വിഭാഗം ഉണ്ടല്ലോ. ഇപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആക്കണമെങ്കിൽ ഞാൻ ആ ടൈപ്പ് ചെയ്യണം. ഇത് ഞാൻ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ ചെയ്തേക്കുന്നത്. നോക്കാം. ഇല്ല, ഞാൻ ബേസിക്കലി ഞാനൊരു ക്രിസ്ത്യനാണ്. എന്ന് വെച്ച് ഒരു മതത്തെ ഒരു വിധത്തിനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകത്തില്ല. എൻ്റെ സ്റ്റോറി വളരെ ജെന്യുവിനായിട്ടും
ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചു വളർന്നു എന്ന് പറയുമ്പോഴും ഞാൻ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. എൻ്റെ സിനിമ വർക്ക് ചെയ്യുന്നത് ക്രിസ്ത്യൻസ് മാത്രമല്ല, ഭൂരിഭാഗം ആൾക്കാരും മറ്റേ റിലീജിയനിൽ പെട്ടവർ. ഞാൻ അവരുടെ സ്കില്ല് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഒരിക്കലും എൻ്റെ ഒരു മതം ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഇത് വരുന്നെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഫോളോ ചെയ്യുന്നത് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തോട്ട് പ്രോസസ്സ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യും. എന്തായാലും സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. ഒരുപാട് ഒരു സിനിമയും ചെറുതല്ല, എല്ലാ സിനിമയും നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഒരു എഫർട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം ഉടനെ ഇറങ്ങാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും ഇതുപോലെ എഫർട്ടുണ്ട്. നമ്മുടെ സിനിമ മാത്രമാണ് മഹത്തരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നത് എല്ലാവരും ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്തും എഫർട്ട് ചെയ്ത് അടുത്താണ് സിനിമകളുണ്ട്. ഈ സിനിമയിൽ ഇപ്പം നമ്മൾ പബ്ലിഷ് ചെയ്തേക്കുന്ന ചിത്ര ചേച്ചിയുടെ ഒരു സോങ്ങാണ്. വേറെ 2-3 സോങ്സ് ഉണ്ട്. അതൊക്കെ നല്ല രസമുള്ള സോങ്സ് ആണ്. അത് സൂപ്പറായിട്ടുള്ള സോങ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ സിനിമയ്ക്ക് മുന്നേ ഇത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കണക്റ്റഡ് ആണ് എല്ലാവരും. ഇപ്പോൾ മെറീനയുടെ ക്യാരക്ടർ പോലും ഞാൻ ഹൈഡ് ചെയ്ത് സംസാരിക്കുന്നത് എൻ്റെ സസ്പെൻസ് നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 സോങ്സ് കൂടെ വരാനുണ്ട്. നമ്മൾ റിലീസ് ചെയ്തതിന് ശേഷം ആലോചിച്ച് ചെയ്യാൻ മാലാഖ വരുന്നത് സസ്പെൻസ് ആയിട്ടാണ്. മാലാഖ അതിൻ്റെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ ഒരു കൊറോണേഷൻ്റെ ഒക്കെ ടൈം പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്തായാലും വലിയൊരു വിജയമായി മാറട്ടെ. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചോദിച്ച് കൂടുതൽ സ്ക്രീൻസ് എടുക്കുന്ന കാര്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഫാൻസ് എപ്പോഴും ഉണ്ട്. അത് ആരും ഒന്നും ചെയ്യണ്ട. ഓൾറെഡി ആദ്യത്തെ 2-3 ദിവസത്തെ എപ്പോഴും തിയേറ്ററിൽ ആളുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇങ്ങനെയുള്ള സിനിമകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല സിനിമയാണെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു ബേസിക് ഓഡിയൻസ് ഒരു 2-3 ദിവസം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ അത് ആൾക്കാർ കണ്ടാണ് ഇത് കയറി വരുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കുറച്ച് സെൻറ്റേഴ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോയി. ഇപ്പം കഴിയുന്നത്രയും സപ്പോർട്ട് ചെയ്യുക. ഞാനൊരിക്കലും ഒരു സിനിമ ചെയ്യുന്നത് എൻ്റെ മാത്രം ഒരു പർപ്പസിനല്ല. ഞാൻ ഓൾറെഡി ഒരു ആക്ടറായിട്ട് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ആളായിരുന്നു. പിന്നീട് ഞാനൊരു 6 വർഷക്കാലം ഇതിൽ നിന്ന് മാറി എങ്ങനെ നമ്മുടെ ഒരു ലൈഫ് ജേണി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് മറ്റുള്ളവർക്കൂടെ ഉപകാരം ഉണ്ടായി എല്ലാവർക്കും വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ സന്തോഷം. ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, സിനിമയിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരെ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്യാരക്ടറിന് വേണ്ടി അവരെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു സിനിമയെ വാല്യൂ ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാവർക്കും കൂടെ അത് ഉപകാരപ്പെടുക. ടെക്നിക്കൽ ക്യാമറ ആൾക്കാരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിലൊരു സ്റ്റാർട്ടിങ് കിട്ടുമ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.